എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതാ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീറ്റില്ല. രോഷി അമ്പലത്തേക്ക് പോയിരിക്കണു. കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോയിരിക്കുകയാണ് രോഷി. നമ്മുടെ അപ്പുറത്ത് വീട്ടിലൊരു ചേച്ചിയുമായിട്ട് രോഷി പോയിരിക്കുകയാണ്. അച്ഛൻ കടയ്ക്ക് പോയി, ഞാനും പാപ്പി മാത്രമേ ഉള്ളൂ. പക്ഷേ പാപ്പി ഇനിയും ഉറങ്ങി എണീച്ചിട്ടില്ല. സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ അടിക്കൽ, അങ്ങനെ തുടയ്ക്കൽ പറഞ്ഞ പോലെയൊക്കെ കഴിഞ്ഞു. എല്ലാ പണികളും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ പാപ്പിൻ്റെ ബൊമ്മ കണ്ട കിടക്കണം അവിടെ താഴെ. അപ്പോൾ എന്താണ് ചോറ് വയ്ക്കണം. രാവിലെ കഴിക്കാനുള്ളതുണ്ട്, പുട്ടുണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ചോറ് അടുപ്പിൽ വെള്ളം വെച്ച് തീ കത്തിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ചുന്ദരി എണിക്കും അരിയൊക്കെ ഇട്ടിട്ട് വന്നാൽ ഇവിടെ പിന്നെ വെള്ള കാര്യം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഉറക്കമാണ്. ഞാൻ എത്ര മണിക്ക് ഉറങ്ങി എണീക്കുന്നറിയില്ല. നല്ലോണം ഉറങ്ങി എണീറ്റില്ലെങ്കിൽ ഭയങ്കര കുരുത്തക്കേടേ ഉണ്ടാവുള്ളൂ. വെറുതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതും ഇപ്പോൾ ചൂടും കൂടുതലല്ലേ. ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ വീഡിയോസ് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉണ്ണി എണിക്കണതിന് മുന്നേ ചെയ്യണം. രോഷിയില്ലല്ലോ. രോഷി ഉണ്ടെങ്കിൽ രോഷിൻ്റെ കയ്യിലാക്കിയാൽ ഇപ്പോൾ അവൾക്ക് ഇന്ന ആളെന്നെ എടുക്കണം പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ പോയിരിക്കണം. വേറെ ആരെടുത്താലും അവൾക്ക് അതൊരു ഇതാവില്ല. എനിക്കാണെങ്കിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെക്കൊണ്ട് തന്നെ അവൾ എടുപ്പിക്കുള്ളൂ. അത് വല്ലാത്തൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു വിധത്തിൽ തീ കത്തി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. തീ കത്തി കിട്ടിയാൽ പിന്നെ പ്രശ്നമല്ല, അതങ്ങനെ കത്തും. പക്ഷെ പിടിച്ച് കിട്ടാനാണ് ഒരു ഇത് ഈ അടുപ്പിൽ. അത് കഴിഞ്ഞ് പിടിച്ച് കിട്ടി പിന്നെ ഓരോ വിറക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ വേഗം ആവും. അപ്പോൾ ഇത് ഉച്ചക്കലേക്കുള്ള ചോറാണ്. അപ്പോൾ രോഷി അമ്പലത്തിൽ പോയി വരുമ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരിക. ഞാനും പാപ്പിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും വേണ്ടേ ഉച്ചക്കലേക്ക് എന്ന് പറഞ്ഞിട്ട് ശരി എന്നിട്ട് അവൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഇവിടുത്തെ പണി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. കൊടുക്കൊണ്ട് പാത്രമൊക്കെ കഴുകി വെള്ളം പിടിച്ച് വെച്ചു. അങ്ങനെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അരി ഇടുക, ഇടയ്ക്ക് ഒന്ന് ചോറ് നോക്കുക, അത്രയൊക്കെ തന്നെ ഇവിടെ പണിയുള്ളൂ. അപ്പോൾ നോക്കാം എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പാപ്പി ഉറങ്ങി എണീറ്റ് ചിലപ്പോൾ അവൾ വിടുമോയെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം. ഈ കോഴികൾ എപ്പോഴും വന്നിട്ട് ഇവിടെ ഇങ്ങനെ മാന്തി കുഴിയാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ എത്ര മണ്ണിട്ടാലും അതെന്താ പറയുക, കോഴികൾ വന്ന് മാന്തി മണ്ണ് അങ്ങനെ മാറ്റിയിടും. എനിക്ക് കോഴി മുടിക്ക് മത്തിയായി. പിന്നെ ഇവിടെ ഇതാണ്ടായി ഇങ്ങനത്തെ ഉറുമ്പ് ലാഭമാണ്. ഈ ഉറുമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഉറുമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിനെന്താ അടിക്കുക, എങ്ങനെ വരാതിരിക്കാൻ വയ്ക്കുക എന്നൊന്നും അറിയില്ല. കുറേ ഉറുമ്പുകളുണ്ട്, എല്ലാവിടെയും ഉണ്ട്. എനിക്ക് രാത്രിയൊക്കെ പാപ്പിനെ കിടത്തണ സമയത്ത് പേടിയാവും. വീണ്ടും കുടഞ്ഞ് വിരിച്ചിട്ടും അവിടെയൊക്കെ അടിച്ചു വിട്ടിട്ട് ഞാനിങ്ങനെ നോക്കുന്നത് ഉറുമ്പുണ്ടോ. ചെവി പോയാൽ അറിയില്ലല്ലോ, അവൾക്ക് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഉറുമ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ആദ്യം ചെവിയൊക്കെ ടോർച്ചടിച്ച് നോക്കും. ഉറുമ്പ് മാത്രം ചെവി പോയിട്ടുണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് നോക്കും. അങ്ങനെ ഒരു പ്രത്യേക ഉറുമ്പായിരിക്കണം, ഒരു കറുപ്പ് കളറ്. ഇതേ തന്നെ ഈ ഉറുമ്പ് മാത്രം ഉണ്ടെന്ന് ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. എന്നിട്ട് ഇന്നലെ ഞാൻ ബാത്റൂമൊക്കെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കഴുകി വിട്ടതാണ്. അങ്ങനെയെങ്കിലും ഉറുമ്പ് ചത്തു പോട്ടെ എന്ന് പറഞ്ഞിട്ട്. കോഴികൾക്ക് വെയിലൊക്കെ ആയപ്പോഴേ പച്ച ഇലകളൊക്കെ കൊത്തി തിന്നണം. നമ്മുടെ വാഴൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, കോഴികൾ കൊത്തി തിന്നണം. അതാ ഇപ്പോൾ കൊത്തി തിന്നും കോഴി. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങടിക്ക് വന്ന് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പാപ്പി ഉറങ്ങി എണീറ്റിട്ടില്ലല്ലോ. അപ്പോൾ വേഗം അടിച്ചൊക്കെ വൃത്തിയാക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ അടിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ച് തീ വയ്ക്കുക. അപ്പോൾ അതൊന്ന് രാവിലെ തന്നെ അടിച്ച് തീ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മൊത്തം അടിച്ച് ആ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ തീ വെച്ച് കളഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ നമ്മുടെ മുളക് ചെടിയൊക്കെ വെച്ചത് അങ്ങനെ നിൽക്കുന്നുണ്ട്. കോഴികളെ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നില്ല, പച്ച വയലിയൊക്കെ ഇങ്ങനെ കൊത്തി തിന്നിട്ട് ഒന്നും വരാതായി. പിന്നെ ഒരു മുളക് തൈയാണ് കിട്ടിയത്. അപ്പോൾ അതിനെടുത്ത് ഞാൻ എങ്ങടിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും വന്ന് കോഴി കൊത്തി തിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ചെടി വെച്ച് തന്നു. അതൊക്കെ ഒന്ന് അവച്ചിങ്ങനെ വരുമ്പോഴേക്കും എന്താ പറയുക, കോഴി വന്ന് അങ്ങനെ കൊത്തി തിന്നിട്ട് നാശമാക്കിയിട്ട് പോകും. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ 2 എണ്ണത്തിൽ മുളക് തൈ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണം അല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും വെച്ചിട്ട് ഒന്ന് അവച്ച് വരുമ്പോഴേക്കും തന്നെ അതങ്ങനെ പോകും. അപ്പോൾ ഞാൻ ഇവിടെ
വെച്ചത് അതങ്ങനെ ഇതായിട്ട് വെയിൽ കാരണം ഇനി എന്താണെന്നറിയില്ല. ചിലപ്പോൾ നല്ല ഒരു മഴ കിട്ടിയാലൊക്കെ നന്നായി അവച്ച് വരികയായിരിക്കും തോന്നണം. അപ്പോൾ അതിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം വൃത്തിയൊക്കെ ആയി. അങ്ങനെ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞാനും പോയി കുളിയും കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ ഇവളുടെ കാര്യങ്ങൾ കഴിയിട്ടേ വണ്ടിരുന്നാൽ പിന്നെ കുളിക്കാൻ സമയം കിട്ടില്ല. വൈകുന്നേരം ആവണം, എന്നാലേ കുളിക്കാൻ പറ്റുള്ളൂ. ഇനി ഉണ്ണി ഉറങ്ങി എണീച്ചാൽ പിന്നെ എണ്ണ തേക്കലായി, പല്ല് തേപ്പിക്കൽ, കുളിപ്പിക്കൽ, പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കൽ, പിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കൽ, പുറത്തെടുത്ത് നടക്കുക, പിന്നെ ചൂട് കാരണം കരച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഉറങ്ങണ സമയത്ത് തന്നെ വേഗം പോയി കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമാധാനമുണ്ട്. ഭയങ്കര ചൂടൊക്കെയല്ലേ. അപ്പോൾ കാലിൽ എണ്ണ തേക്കാനോ അങ്ങനെയൊന്നും ഒരു മടിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് വലിയൊരു സമാധാനമാണ്. ഉറങ്ങി എണിച്ച് ഇരുത്തിയ പാടന്നെ ഞാൻ എണ്ണ തേപ്പിച്ചു. എന്ന് വെച്ചാൽ ഒന്നാമത് വൈകി. അപ്പോൾ ഇനി കുളി കഴിഞ്ഞാണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ ചൂടാക്കിയപ്പോൾ ഇത്തിരി ചൂട് കൂടുതലായിപ്പോയി. അപ്പോൾ ശരി എന്നാൽ പിന്നെ പല്ലും തേച്ച് കുളിയും കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു. ചായ അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നും ചെയ്തു കൊടുക്കണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് എണീറ്റ് നിന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുകളായി തോന്നാൻ തുടങ്ങി. ചെയ്തു കൊടുക്കണത് തോന്നാൻ തുടങ്ങി എന്നല്ല, എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. നമ്മൾ ബാത്റൂമിലേക്കാണെങ്കിൽ എടുത്തിട്ട് പോകണതും എടുത്ത് നടക്കണതൊക്കെ ഇപ്പോൾ ഇത്തിരി വലുതായല്ലോ. അതുകൊണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ബലം വെച്ചിട്ട് ഓരോ സമയം ബലം വെച്ച് നന്നായി നിൽക്കാറുണ്ട്. അത് പെട്ടെന്ന് തന്നെ കാലിങ്ങനെ ലൂസാക്കി വിടുന്ന സമയത്ത് നമ്മൾ അവളുടെ ഫുൾ വെയിറ്റ് നമ്മുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഒന്നാലോചിക്കുമ്പോൾ നമ്മൾക്ക് പേടിയാണ്, ഇനിയുള്ള കാലം എന്താകുമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നതിനേക്കാളും അത് ഓരോ അമ്മമാരുടെയും അത്യാഗ്രഹമാണെന്ന് പറയാം. ഇരിക്കാത്ത കുട്ടി ഇരിക്കണേ, ഒന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നിന്നെങ്കിൽ എന്ന് പറയും. അങ്ങനെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ അമ്മമാർക്ക് എപ്പോഴും മതി, എൻ്റെ മക്കൾ എത്രയും വളർന്നാൽ മതി എന്ന് ഒരിക്കലും തോന്നില്ലല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിൽക്കാനും ആരോഗ്യത്തോടെ ഓടാനും കളിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിക്കൊക്കെ ചെയ്തു കൊടുക്കണ്ട്. എനിക്ക് എടുത്ത് നിർത്തി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇരുത്തിയൊക്കെയാണ് ചെയ്തു കൊടുക്കാറ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് എടുത്ത് ഇതിപ്പോൾ കിടത്തിയിട്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് കാല് നല്ല ബലത്തിൽ അവൾ ഇങ്ങടിക്ക് തരും. അപ്പോൾ ഞാൻ തന്നെ ഒരു 10 പ്രാവശ്യം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എനിക്കൊരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും തന്നെ എനിക്ക് മതിയാവും. അപ്പോൾ ഇങ്ങനെ ഇരുത്തിയിട്ടാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറ്. അങ്ങനെ എണ്ണയൊക്കെ തേപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരുത്തി അത് കഴിഞ്ഞ് പല്ല് തേപ്പിച്ച് ചായയൊക്കെ കൊടുത്തു. പല്ല് ഞാൻ എപ്പോഴും ഇവിടുത്തെ ഹോളിൽ തന്നെ ഇരുത്തിയിട്ട് തോർത്ത് മേലെ ഇട്ട് കൊടുത്തിട്ട് പല്ല് തേക്കും. എന്ന് വെച്ചാൽ ചായ കുടിക്കണ്ടേ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ് പതിവ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചുന്ദരിമണിക്ക് കണ്ണെഴുതാതിരുന്നാൽ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ കാണിച്ച് സുന്ദരിയായിട്ട് എവിടെയാളൊക്കെ ഒന്നും ചെയ്യില്ല, മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഇനി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണമൊക്കെ കൊടുക്കാൻ. രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ കഴിക്കാൻ കൊടുക്കണം. ഉച്ചക്കലത്തേക്ക് ചോറുണ്ട്. ഇന്നലെ വൈകുന്നേരം തക്കാളിയും പരിപ്പും കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാങ്ങ ഉപ്പിലിട്ടതുകൊണ്ട്. മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ രോഷി അതിലെ പകുതിയോളം തീർത്തവൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ, കൊയ്യാക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ രോഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കണ്ടാലും അപ്പം തന്നെ എടുത്ത് കഴിച്ച് തീർക്കും ആൾ. അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് രോഷിൻ്റെ. അപ്പോൾ ഇനിയും കുറച്ച് വലിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഉപ്പിലിടുകയാണെങ്കിൽ ഒരു നേരം കറിയൊന്നും ഇല്ലെങ്കിൽ അതുകൂട്ടി നമുക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ കണ്ണൊക്കെ എഴുതി ചുന്ദരിക്കുട്ടി ആയില്ലേ. അപ്പോൾ ഇനി ഓരോന്ന് ചെയ്തതാന്നൊക്കെ പറയും. പാപ്പി പൗഡർ ഇടാനും അതേപോലെ സോപ്പ്, കുളിക്കാൻ മുമ്പ് സോപ്പില്ലാതെ കുളിക്കില്ല, അങ്ങനെയുള്ള വാശികളൊക്കെ ഉണ്ട് നമ്മുടെ പാപ്പിക്ക്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അവളുടെ കാര്യങ്ങൾ. ഇത്രയും ചെയ്തു കൊടുത്താൽ അവൾ ഹാപ്പിയാണ്. പിന്നെ ഞാൻ കമ്മലൊന്ന് തിരിച്ചു വിട്ടു. ചെവിയൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ ആൾ സമ്മതിക്കില്ല എന്ന് മാത്രം. അങ്ങനെ വീശിക്കളിക്കാൻ തോർത്തൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. അവിടെ കാർട്ടൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ആൾ വീശിക്കളിക്കണോ കാർട്ടൂൺ കാണണോ എന്നുള്ളൊരു ഇതാണ്. അമ്മ കാക്ക എന്ന് പറഞ്ഞപ്പോൾ കാക്കൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്തതായിരുന്നു ആൾക്ക്.
അപ്പോൾ അതും കണ്ടിട്ട് ഇങ്ങനെ വീശി വീശി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഷി വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല ചൂടായി. അപ്പോൾ നന്നാരിൻ്റെ നമ്മൾ സർബത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ പിന്നെ നന്നാരി സർബത്ത് കലക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. പാപ്പിക്ക് ഇഷ്ടമാണ് കലക്കി കൊടുത്ത്, അവൾ സുഖമായിട്ട് കുടിക്കും. അപ്പോൾ കൂട്ടത്തിൽ രോഷിക്കും ഇരുന്നാട്ടെ. ഇനിയിപ്പോൾ രോഷിയും വരാറായല്ലോ, അപ്പോൾ രോഷിക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ കലക്കി വെച്ചിട്ടുണ്ട്. പാപ്പിക്ക് ഞാൻ ഇനി വേറെ വെള്ളം കൂടി കലക്കിയിട്ട് അങ്ങനെ കൊടുക്കുകയുള്ളൂ. കപ്പിൽ വേറെ വെള്ളം കൂടി അധികം തണുപ്പിൽ കൊടുക്കില്ല. എന്നാലും ചെറിയൊരു തണുപ്പിലൊക്കെ ഇപ്പോൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഇത്തിരി ചെറിയൊരു തണുപ്പൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം പിടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ കുടിക്കണമുണ്ട്. പ്രത്യേകിച്ച് ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആൾക്ക്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ പച്ചവെള്ളം ഇഷ്ടംപോലെ കൊടുക്കേണ്ട, ഭയങ്കര ക്ഷീണമൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് വെള്ളം ഇഷ്ടംപോലെ കൊടുക്കേണ്ട, ആൾ കുടിക്കണമുണ്ട്. അതിനനുസരിച്ച് പണിയും തരുന്നുണ്ട്. അത് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ നല്ല മധുരം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നാരിൻ്റെത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് എടുത്ത് പാപ്പിക്കും കൊടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആ രോഷി വന്ന് കുടിക്കുമല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ അച്ഛൻ പിന്നെ രാവിലെ നേരത്തെ പോയി. കുറേ നേരം അച്ഛനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു. പാപ്പി ഉറങ്ങി എണിച്ചപ്പോൾ അച്ഛനെ കണ്ടില്ല. അപ്പോൾ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആൾ. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതുകൊണ്ടായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് എടുത്ത് വയ്ക്കട്ടെ. ഇനിയിപ്പോൾ ഡെയിലി ഉച്ച ആവുന്ന സമയത്താണ് എപ്പോഴും പാപ്പിക്ക് ഇങ്ങനെ ഞാൻ കലക്കി കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ കുടിക്കേണ്ട. എന്ത് കൊടുത്താലും പിടിച്ച് കുടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ആൾ സുഖമായി പിടിച്ചൊക്കെ കുടിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവളെ ഒന്ന് പിടിച്ച് നിർത്തി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി നോക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിങ്ങനെ സൈഡായിട്ട് അവളെ ഇരുത്തിയിട്ട് അങ്ങനെ കാലൊക്കെ താഴെ പതിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ പാദം എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. നല്ലപോലെ അമർത്തി വെക്കുന്നുണ്ട്. പാദം നല്ലപോലെ അമർത്തിയൊക്കെ വെക്കുന്നുണ്ട്. അതിന് വലിയൊരു മാറ്റമാണ്. പെണ്ണാണെങ്കിൽ ഇരിക്കുന്ന സമയത്തും കാല് താഴെ വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. കാല് പൊക്കിയൊക്കെ വയ്ക്കുള്ളൂ. ഇപ്പം പിന്നെ നല്ലപോലെ ഉറപ്പിച്ച് തന്നെ വെക്കുന്നുണ്ട്. അവൾ എന്നിട്ട് എന്നെ പിടിച്ച് എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കാലിലും ബലം ഉണ്ടാവുകയാണെങ്കിൽ പാപ്പി എന്തായാലും എണീറ്റ് നടക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ കുറേ പേര് പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാത്തവരാണ് തോന്നുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ കാണിച്ചൂടെ ഇവിടെ കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കേണ്ട. പാപ്പിക്ക് ഇത്രയും മാറ്റം വന്നത് നമ്മുടെ സംഗീത സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. ലോകത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചതായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പാപ്പിക്കുട്ടിക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റ് പാപ്പിക്ക് കിട്ടാനില്ല. ആൾക്കാർ വർഷക്കണക്കോളം ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് പോലും കിട്ടാതിരിക്കുന്ന ഒരു ദൈവദൂതൻ്റെ അടുത്ത് തന്നെയാണ് പാപ്പിക്കുട്ടി എത്തിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കിട്ടുന്നത്. അതിൽ കൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോഴത്തെ പാപ്പിയും ഇപ്പോഴത്തെ പാപ്പിയും എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അതുമാത്രമല്ല നമ്മളൊരു ദിവസമെങ്കിലും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. നാളെ എന്താവും, നമ്മുടെ പിറ്റേക്കാലം പാപ്പി എന്ത് ചെയ്യും, പാപ്പിയെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു കുറ്റബോധം നമ്മളെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അവളെന്തായാലും നമ്മളെ ആര് കണ്ടാലും ഈ കുട്ടീനെ കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ഇത്രയും മാറ്റം വന്നൊരു അവസ്ഥയിലേക്ക് വരാൻ കാരണം തന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. ഒരുപാട് മാറ്റമുണ്ട് പാപ്പിൻ്റെ ശരീരത്തിനാവട്ടെ, സംസാരത്തിലാവട്ടെ, കഴുത്തിനാവട്ടെ, അങ്ങനെ ഒരുപാട് മാറ്റമുണ്ട്. കഴുത്തൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട. പണ്ടത്തെ പോലെ ഒരുപാട് നേരം താത്തി വയ്ക്കുക, ഒരുപാട് നന്നായി താത്തി വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞു പോയാലും നമ്മൾ അപ്പം തന്നെ പറഞ്ഞാൽ അവൾ അപ്പം തന്നെ നൂർത്തി അത് പൊക്കി വയ്ക്കാം. മാക്സിമം ശ്രമിക്കണമുണ്ട്, ചെയ്യണമുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ പാപ്പിൻ്റെ വയറൊക്കെ തള്ളി നിന്ന വയറാണ്. ഇപ്പോൾ വയറൊക്കെ ശരിയായി, കാല് അതേപോലെ. അപ്പോൾ അതിനെ നമ്മുടെ രോഷി അമ്പലത്തിൽ പോയി വന്നിരിക്കേണ്ട. ഭക്ഷണമൊക്കെ കഴിച്ചാ?
കഞ്ഞി കുടിച്ചാ? എന്തൊരു തിരക്കാണ്. ആ പട്ട് സമർപ്പിക്കണ അവിടെ ഞാൻ പാപ്പന്റെ വീട്ടില് സമർപ്പിച്ചു. അവിടെ ആകുമ്പോ ആദ്യം നിന്നത് കുറെ പേര് തിരക്കാരണം തുള്ളിയപ്പോ എനിക്ക് പേടിയായി. പെട്ടെന്ന് പ്രതീക്ഷയാണ് തുള്ളി. ഞാൻ നിലവിളിച്ചു. നീ നിലവിളിക്കുക? പെട്ടെന്ന് പ്രതീക്ഷിക്കാണ് തുള്ളിയപ്പോ ഞാൻ അമ്മേന്ന് വിളിച്ചു. പിന്നെ തുള്ളി പോയി. പിന്നെ കുറെ പേര് അവസാനം ഇത് കല്ലെങ്കിൽ ഇവിടെ എത്താറാകുമ്പോ ഒടുക്കത്തെ തിരക്കിയിട്ട് തള്ളി കയറി. ഞാനൊക്കെ എവിടേക്കോ എത്തി. കുറെ പേരിന് തള്ളിയിട്ട് അവസാനം ഈ പട്ടിടാൻ പോകുമ്പോ ഇങ്ങനെ ഇടാൻ പോണോ ഒരാളെ പിടിച്ചു വരിക്കും, വീണ്ടും ഇടാൻ പോണോ ഒരാളെ പിടിച്ചു വരിക്കും. അവസാനം എങ്ങനെയൊക്കെയോ അത് എങ്ങനെ ഇട്ടു. പിന്നെ വരുമ്പോഴോ നമ്മളെ തൂക്കിയെടുത്ത് എറിയാണ് ആൾക്കാർ. അത്ര തിരക്ക്. നിങ്ങളെ വലിച്ചെറിയ. ഇതാണ് കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വന്നത് പാപ്പുവിന്. ഓ പാപ്പുക്ക് ഇങ്ങനെ ബാറ്റും ബോളും അങ്ങനെ. ഇവിടെ പിടിക്ക. എനിക്ക് വേണ്ട, നീ ഇത് എടുത്തോ. ഞാൻ പാപ്പ ഈ കൂവറ അവള് വെള്ളം കുടിക്കുമ്പോൾ മേലേക്ക് വലിക്കുകയാണ്. താഴേക്കാക്ക്. ഇതിനിക്കെന്ത് വാങ്ങിച്ച്? ഞാനൊരു തലയിലെന്തോ മേടിച്ചു. എവിടെ? അതെനിക്ക് തരില്ല കേട്ടോ. രോഹിഷു അവിടെ കട. അതോ ഇഷ്ടപ്പെട്ടില്ല, ഇതാണ് ഇഷ്ടപ്പെട്ടത് മാത്രം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ഹെയർ സ്റ്റൈൽ. എന്റെ ഹെയർ സ്റ്റൈൽ ആരാടി നിങ്ങൾക്ക് കോപ്പി അടിച്ച് കെട്ടി തന്നെ? അമ്മ പറ പാപ്പി. അമ്മ തരാം. ഞാനല്ലേ മേടിച്ചത്. അത് അവൾക്ക് ഇഷ്ടമായി, അതാണ് തരാത്തത്. ഇപ്പൊ തരാ. കൊടുക്ക. വേണ്ട, കുറച്ചു നേരം കഴിഞ്ഞ അവള് തരും. കെട്ടഴിക്കണ്ട. അതൊക്കെ താഴെയിട്ട് പീസാക്കും. കയ്യിൽ കൊടുക്ക. അങ്ങനെ തന്നെ കൊടുക്ക. അപ്പോ ഓ അയ്യോ വിചാരിച്ചൊന്നും ഇഷ്ടാവില്ല. കളിക്കുകയാണ്. കുഞ്ഞു വാവയാണ്. കുഞ്ഞു വാവ എടുത്തു കുടിക്ക്. അമ്പലത്തിൽ പോയതിന് കഷ്ടപ്പെട്ടിട്ട് പോയി എന്ന് പറയാൻ പാടില്ല. നിന്റെ അതാ അച്ഛനെ വിളിച്ചതാണ്. ഈ കാണിച്ചു കൊടുക്ക. അച്ഛനെ വിളിച്ചതാണ്. ഈ ഷോളൊക്കെ മാറ്റി. ചൂടല്ലേ, എന്തായാലും നീ കളിക്കാൻ സാധനം കിട്ടിയില്ല, അതും വെച്ച് കളിക്കേ. വിശക്കുമ്പോ ചിക്കൻ്റെ കാല് സംസാരിക്കാൻ തോന്നുമ്പോ മയക്ക. സാറിന് കാണിച്ചു കൊടുക്കണം അവൾക്ക്. സാറിന് കാണിച്ചു കൊടുക്കാട്ടാ. അങ്ങനെ രോഷിൻ്റെ കിൽക്കയും കൊണ്ട് പാപ്പി ഇങ്ങനെ കിൽക്കി കളിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ചൂട് കാരണം തന്നെ ഞാൻ അവളുടെ തലേനെ 3 ഭാഗത്തായിട്ടാണ് തല കെട്ടി കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരം ഇവിടെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിനെ അഴിച്ച് കളയും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ രോഷി വന്ന ശേഷം ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് ഇങ്ങോട്ട് വന്നിരുന്നത്. ഉറങ്ങാനൊന്നും പറ്റില്ല, എന്നാലും വെറുതെ ഒന്ന് കിടക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ശരി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചു വിടുകയാണ്. നമ്മുടെ പാപ്പി അവിടെ കളിക്കണമുണ്ട്. രോഷിയാണെങ്കിൽ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടട്ടെ കൊണ്ട് പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ ഒരു ദിവസം പാപ്പിൻ്റെ മാത്രം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെ ആരുടെയും അധികം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശമൊക്കെ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാപ്പിയും അമ്മൻ്റെയും ലോകം മാത്രം അടങ്ങുന്നതാണ് ഈ വീഡിയോ. പാപ്പിയും അമ്മയും പറയുന്നത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് മാത്രമാണ്, പുറത്ത് വല്ലപ്പോഴും മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ രോഷി അവിടെ തുണിയൊക്കെ വിരിച്ചിടാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ പോയി ചായയും വെച്ചിട്ട് വന്നു. അപ്പോൾ പാപ്പിക്ക് ചായ കുടിക്കേണ്ട സമയമായപ്പോൾ ചായ എന്ന് പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച്
അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ അച്ഛൻ വരും. ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചത്. അപ്പോൾ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായി. ചായ കൊണ്ടുവന്നതാ, ചായ ചായ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛൻ വന്ന് നമ്മുടെ പാപ്പിനെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പാപ്പി തന്നെയാണ് പ്രശ്നം. എനിക്കൊന്നും ചെയ്യാൻ അതിനുള്ള സമയമോ നേരമോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിരിക്കുക. ഭയങ്കര ചൂടാണ്, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ നാളേക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും